ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 13-ാമത്തെ തിരുവെഴുത്ത്. ഞാൻ മേഘത്തിൽ എൻ്റെ വില്ല് വെച്ചിരിക്കുന്നു, അത് എനിക്കും ഭൂമിക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമായിരിക്കും. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ദൈവത്തിൻ്റെ മഴവില്ല്. മഴവില്ല് വെറും ആകാശത്തിലെ ഒരു മനോഹര പ്രതിഭാസമല്ല. ബൈബിളിൽ അത് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെയും കരുണയുടെയും ഓർമ്മപ്പെടുത്തലാണ്. ഒന്നാമതായി, മഴവില്ല് ന്യായവിധിക്ക് ശേഷമുള്ള ഒരു കൃപയാണ്. നോഹയുടെ കാലത്ത് ഭൂമിയിൽ വലിയ ജലപ്രളയമുണ്ടായി. എന്നാൽ പ്രളയത്തിന് ശേഷം ദൈവം നോഹയോട് തൻ്റെ ഉടമ്പടി സ്ഥാപിച്ചു. ഇനി സകല ജഡവും നശിപ്പിക്കേണ്ടതിന് ഒരു പ്രളയം ഉണ്ടാക്കുകയില്ല. ശ്രദ്ധിക്കുക, മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് മഴയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ മഴയും കണ്ണുനീരും കഷ്ടതയും ഉണ്ടാകും. എന്നാൽ ദൈവം അതിൻ്റെ നടുവിലും ദൈവം പറയുന്നത്, ഞാൻ നിന്നെ മറന്നിട്ടില്ല, എൻ്റെ ഉടമ്പടി നിലനിൽക്കുന്നു. അതുപോലെ മഴവില്ല് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അടയാളമാണ്. വില്ല് മേഘത്തിലുണ്ടാകുമ്പോൾ ഞാൻ അതിനെ നോക്കി. ഉൽപ്പത്തി 9:16. മഴവില്ല് മനുഷ്യന് മാത്രം വേണ്ടിയുള്ളതിൻ്റെ അടയാളമല്ല, ദൈവം തൻ്റെ ഉടമ്പടി ഓർക്കുന്നതിൻ്റെ അടയാളം കൂടിയാണ്. നമ്മുടെ വികാരങ്ങൾ മാറാം, സാഹചര്യങ്ങൾ മാറാം, മനുഷ്യരുടെ വാക്കുകൾ മാറാം, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറുകയില്ല. മത്തായിയുടെ സുവിശേഷം 24:35 പറയുന്നു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല. അതുപോലെ മഴയില്ലാതെ മഴവില്ലില്ല. മഴവില്ല് കാണുവാൻ ആദ്യം ഒരു മഴ വേണം. അതുപോലെ ജീവിതത്തിലെ ചില കണ്ണുനീർ നിറഞ്ഞ കാലങ്ങൾ പിന്നീട് ദൈവത്തിൻ്റെ വിശ്വസ്ത കാണുന്ന അനുഭവമായി മാറാം. വൈകുന്നേരം കരച്ചിൽ വന്ന് പാർത്താലും രാവിലെ അത് ആനന്ദവർഷമായി മാറുന്നു. അത് നമ്മൾ സങ്കീർത്തനം 30:5 അത് വായിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ മഴയുടെ കീഴിലാണെങ്കിൽ അതുകൊണ്ട് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. മേഘങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇപ്പോഴും നിലകൊള്ളുകയാണ്. അതുപോലെ മഴവില്ല് ഇരുട്ടിനുള്ളിലെ ഒരു പ്രത്യാശയാണ്. എസ്കേൽ ദൈവത്തിൻ്റെ മഹത്വം ദർശനം കാണുമ്പോൾ മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന ഒരു വില്ല് പോലെ ഒരു പ്രകാശം ചുറ്റും ഉണ്ടായിരുന്നു. എസ്കേൽ 1-28 വാക്യത്തിൽ മേഘമുണ്ടായിരുന്നു, എന്നാൽ മേഘത്തിൻ്റെ ഉള്ളിൽ വില്ലുമുണ്ടായിരുന്നു. അതുപോലെ ആത്മീയ സത്യമാണ്, മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യം മറയ്ക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അതുപോലെ വെളിപ്പാടിലും മഴവില്ലുണ്ട്. ബൈബിളിൻ്റെ അവസാന ഭാഗത്ത് നാം മഴവില്ലിനെ കാണുന്നു. സിംഹാസനത്തിന് ചുറ്റി ഒരു മഴവില്ലുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 4:3 കാഴ്ചയ്ക്ക് മരതകത്തോടത് സദൃശ്യമാകുന്നു. ഉൽപ്പത്തിയിൽ മഴവില്ല് ഉടമ്പടിയുടെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്നു. വെളിപ്പാടിൽ മഴവില്ല് ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചുറ്റി കാണപ്പെടുന്നു. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത്. അതുപോലെ ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മളോടുള്ളത് നിത്യമായി നിലകൊള്ളുകയാണ്. പ്രിയരെ, അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മഴവില്ല് കാണുന്നത് മഴ അവസാനിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, മഴയ്ക്കിടയിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിലകൊള്ളുന്നു എന്നതിൻ്റെ അടയാളമാണ്. മേഘം വന്നാലും ഭയപ്പെടേണ്ട, മഴ പെയ്താലും തളരണ്ട, കണ്ണുനീർ വന്നാലും പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. കാരണം മേഘത്തിനപ്പുറം ദൈവമുണ്ട്, മഴയ്ക്കപ്പുറം മഴവില്ലുണ്ട്, പരീക്ഷയ്ക്കപ്പുറം ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ഞാൻ മേഘത്തിൽ എൻ്റെ വില്ല് വെച്ചിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രത്യാശയോടെയാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവം മേഘത്തിൽ വില്ല് വെച്ചിരിക്കുമ്പോൾ ഇത് ഒരു വലിയ മഹത്വകരമായ തേജസ്സേറിയ ഒരു ദൈവപ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മഴവില്ല് വെറും ആകാശത്തിലെ ഒരു മനോഹര പ്രതിഭാസമല്ല, അത് ബൈബിളിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രഭയാണ് കാണിക്കുന്നത്. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഇന്ന് ഒരു നിമിഷം എല്ലാവരും ഹൃദയങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊടുത്താട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, നീ വചനം കേട്ട എല്ലാവർക്കും ദൈവത്തിൻ്റെ ഉടമ്പടിയും സ്നേഹവും കരുതലും ഒക്കെ അറിയുവാനിട വരട്ടെ. ഈ മഴവില്ലിൻ്റെ വചനങ്ങളിലൂടെ ദൈവം അവർക്ക് പ്രത്യാശയാൽ നിറയ്ക്കണം. എത്ര പ്രതികൂല കാട്ടിലും എത്ര പ്രതിസന്ധിയുടെ ഘോരമഴയത്തും ദൈവത്തിൻ്റെ ഒരു വലിയ വെളിച്ചം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കാണുവാൻ അവർക്കത് അനുഭവമാകുവാനിട വരട്ടെ.
കൃപയിൽ നടത്തണം. അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.